അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരു വർഷമുണ്ട് ഏകദേശം. ഒരു വർഷമുണ്ട്. അതിൽ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്നൊന്നും ഇപ്പം തീരുമാനിച്ചിട്ടില്ല. പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ പിണറായി വിജയൻ വീണ്ടും മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുന്നു. LDF അംഗീകരിക്കുന്നു. മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വീണ്ടും മുഖ്യമന്ത്രിയാക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചാൽ ഞാനതിനെ സപ്പോർട്ട് ചെയ്യും. തീരുമാനിക്കേണ്ട പാർട്ടിയാണ്, അതിനെതിരില്ല, സപ്പോർട്ട് ചെയ്യും. അത്രേ പറയാൻ പറ്റൂ, അത്രേ പറയേണ്ടതുള്ളൂ. അദ്ദേഹമാണ് വരുന്നതെങ്കിൽ സന്തോഷം, പാർട്ടി തീരുമാനിക്കണം. അത് അദ്ദേഹം പറഞ്ഞല്ലോ, പാർട്ടി അത് തീരുമാനിക്കേണ്ടത്. സമ്മേളനം കഴിയുമ്പോൾ സ്ഥാനം ലഭിക്കാത്ത ആളുകൾ അതൃപ്തി പരസ്യമാക്കും. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ചതാണോ ഇങ്ങനെ അതൃപ്തി? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സ്ഥാനം ലഭിക്കാത്തതുകൊണ്ട് അതൃപ്തി പറയുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവരവരുടെ അഭിപ്രായം പറയുന്നു. അങ്ങനെ പരസ്യമായിട്ട് ഞാൻ പറയാൻ പാടില്ലായിരുന്നു. ഇപ്പം മറ്റേധികം പറയുന്നുണ്ടല്ലോ. അവരെ പരസ്യമായിട്ട് പറഞ്ഞ ആൾ തന്നെ, പത്മകുമാർ തന്നെ, ഞാൻ പരസ്യമായിട്ട് പറയേണ്ടതില്ല, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആളുകളൊക്കെ അഭിപ്രായം പറയുന്നു. അതിനെപ്പറ്റി ഞാനെന്തിനാ കമന്റ് ചെയ്യുന്നു? കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കപ്പെട്ട നേതാക്കന്മാരെ വേണ്ട രീതിയിൽ പാർട്ടി പ്രയോജനപ്പെടുത്തും എന്നുള്ളൊരു രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അത്തരത്തിൽ ഇപ്പോ പലരും അത്തരം പാർട്ടിയുമായി വിട്ടത് ഇപ്പം സാറിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ആ രീതിയിലൊരു അകൽച്ചായി നേതൃനിരയുമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനെ ആ രീതിയിൽ പാർട്ടി സമീപിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ സ്വീകരിക്കുക? അല്ല, അതൊന്നും ഗോവിന്ദൻ പറഞ്ഞത് നടപ്പിലാക്കേണ്ട അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പാർട്ടിയായിട്ട് അകന്നല്ലല്ലോ കഴിയുന്നത്. നേതൃനിരയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയല്ലേ, ഞാനില്ലല്ലോ. അപ്പം അതേപ്പറ്റി ഒഴിവാക്കിയിരിക്കുകയല്ലേ, കാരണം അത് ഒരു പരിധിയൊക്കെ അവർ വെച്ചു. പക്ഷെ ഞാൻ DC-യുടെ ഉള്ള ഒരു ബ്രാഞ്ചിന്റെ കീഴിലല്ലേ ഞാൻ മെമ്പറായ ശേഷം 5 ബ്രാഞ്ച് കമ്മിറ്റി യോഗം ചേർന്ന് 5-ന് ഞാൻ പങ്കെടുത്തല്ലോ. സ്റ്റേറ്റ് കമ്മിറ്റി 42 വർഷം പങ്കെടുത്ത ഞാൻ 5 തവണ ഒരു വക്കീലായ ഒരു സാധാരണ സഖാവാണ് എൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി. അതിൻ്റെ നിയമങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണം ബ്രാഞ്ച് കൂടുന്നതിന്. അവർക്കാർക്കും അതറിയില്ല. ഞാനത് പങ്കെടുത്തല്ലോ. ഇപ്പം ഈ മാർച്ച് ഏപ്രിൽ മുമ്പ് മെമ്പർ സ്കൂട്ടണി പൂർത്തീകരിക്കണം. ബ്രാഞ്ചിൻ്റെ ഇപ്പം നടന്നു കഴിഞ്ഞു മിക്കവാറും. ഞാൻ 9,000 രൂപ എൻ്റെ ലെവിയും എൻ്റെ പെൻഷനും ഞാൻ ലെവിയും 35,000 രൂപ മാസം പെൻഷനും 9,000 രൂപ കൊടുത്ത് 5 രൂപ മെമ്പർഷിപ്പ് ഫീസും കൊടുത്ത് മെമ്പർഷിപ്പ് പുതുക്കിയല്ലോ. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ബ്രാഞ്ച് കമ്മിറ്റി ചിലപ്പോൾ പ്രവർത്തിക്കേണ്ടി വരും. ബ്രാഞ്ചിൽ നിന്നായിരിക്കും. ഞങ്ങളൊക്കെ ബ്രാഞ്ചിൽ നിന്നാണ് പോയത്. എൻ്റെ മേളിൽ നിന്ന് താപ്പോട്ട് ഇറക്കാറില്ല. ഞാൻ പറയട്ടെ, ഞാനൊക്കെ ബ്രാഞ്ചിൽ നിന്നാണ് മേളോട്ട് പോയത്. ബ്രാഞ്ച് അന്ന് ഏരിയ കമ്മിറ്റി അല്ല, മണ്ഡലം കമ്മിറ്റിയാണ് കൊല്ലത്ത്. കൊല്ലം മണ്ഡലം കമ്മിറ്റി, താലൂക്ക് കമ്മിറ്റി, കൊല്ലം ജില്ലാ കമ്മിറ്റി, പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി, പിന്നെ ആലപ്പുഴയ്ക്ക് വന്ന് ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ്, ഇങ്ങനെ കുട്ടനാട് താലൂക്ക്, ഇങ്ങനെ എല്ലാ രംഗത്തും ഞങ്ങൾ പ്രവർത്തിച്ചു. മാനദണ്ഡം വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പരിധി ആയില്ല എനിക്ക്. ഞാൻ ഒഴിഞ്ഞു കൊടുത്തപ്പോൾ തന്നെ കുടിയേരിക്ക് കൊടുത്ത് ഞാൻ അപ്പോഴേ ഒഴിഞ്ഞു. ഒരു നിമിഷം പോലും ആളി പിടിച്ചിരുന്നില്ല. പലരും പ്രായം മറച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലോ പലയിടത്തും, എല്ലാവർക്കും അറിയാമല്ലോ. പ്രായം മറച്ചു വെച്ച് പലരും ഇരിക്കുന്നുണ്ട് പലയിടത്തും. ഇപ്പോഴും നാട്ടുപുറത്തുള്ളവർക്ക് അറിയില്ല. അവരിരുന്നോണ്ട് സന്തോഷം. അവർക്ക് അതിലിരിക്കുന്ന ഒരു ആഗ്രഹവും ഒരു സന്തോഷമാണെങ്കിൽ നമ്മളെന്തിനാ തടയുന്നത്? അവരിരിക്കട്ടെ, സത്യം. പക്ഷേ സാറിപ്പോ ബ്രാഞ്ച് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും സാറിനെ പോലെയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള നേതാക്കന്മാര് ഈ നേതൃതലത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ കൂടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നില്ലല്ലോ. സ്വാഭാവികമായും അത് ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ ബാധിക്കുന്ന കാര്യമല്ലേ? മുതിർന്ന ആളുകളുടെ അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേന്ദ്രീകരിച്ച് വേണമല്ലോ പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ വരട്ടെ, നന്നായിരിക്കും. അങ്ങനെ വരട്ടെ, നന്നായിരിക്കും, മെച്ചപ്പെടും. അതെന്താ ഈ ഇപ്പം ഇതിലേക്ക് പോകുന്ന ആളുകൾ പിന്നീട് മാറി നിൽക്കുമ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണമല്ലോ ഇതിന്റെ. കാരണം മുന്നിൽ നിന്ന് നയിച്ചിരുന്നവർ നിങ്ങളാണല്ലോ. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വലിയ ഘടകം തന്നെയാണല്ലോ. അതെ, ഞങ്ങളുടെ എക്സ്പീരിയൻസ് വലിയ ഘടകമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ മാറ്റിയത്, അറിയാതല്ലല്ലോ മാറ്റിയത്. ഇപ്പോൾ കുറേ പേര് മാറിയില്ലേ. അതിൽ 1-2 മാസം കഴിഞ്ഞ് 75 വയസ്സാവുന്നവരുണ്ടല്ലോ കണ്ടു. അപ്പോൾ അവർക്ക് അവരുടെ പ്രായപരിധി കഴിഞ്ഞ് പിന്നെ 3 വർഷം കിട്ടുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി എന്ത് പറയുന്നു? ഇനി എന്നാ 2025 28 നടക്കും. അപ്പോൾ അവർക്ക് 78 വയസ്സ് വരെ കിട്ടുമല്ലോ. അതെങ്ങനെ?
അതിനെപ്പറ്റി ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. എന്ന് 75 വയസ്സാവുന്നു അന്ന് ഒഴിയണം. അതാ പ്രായോഗികം. 75 വയസ്സ് ഏത് ദിവസമാകുന്നു അന്ന് ഒഴിഞ്ഞാൽ മതി. ഇപ്പം അതില്ല, നാളെ വരുമായിരിക്കും, അതൊന്നും പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ശരിക്കും ആവുന്നതിന് മുമ്പ് ഞാൻ ഒഴിഞ്ഞുകൊടുത്ത ആളായതുകൊണ്ട് എനിക്ക് അതേപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അതിർത്തി എന്നൊക്കെ ചുമ്മാ എഴുതാം, എനിക്കൊരു അതിർത്തിയില്ല. ഐ എം വെരി ഹാപ്പി. കാരണം ഞാൻ ആ നിലയിൽ പ്രവർത്തിച്ചെടുത്തെല്ലാം പ്രവർത്തനം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എല്ലാവർക്കും കാണാതെ. ഇപ്പോൾ ഈ റോഡ് തന്നെ കണ്ടുണ്ടെങ്കിൽ വന്ന റോഡ് കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കിയല്ലേ. പെരുമ്പടം പാലം 100 കോടി ഉദ്ഘാടനം ചെയ്യാൻ പോകില്ലേ. 30 40 വെക്കുന്നു. കാരണം എന്ത് മനോഹരമാണത്. ഇതെല്ലാം കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കിയല്ലേ. പിണറായി ഗവൺമെൻറ്, ആദ്യത്തെ ഗവൺമെൻറ്. എനിക്ക് ചുമതലയല്ലായിരുന്നു. ചുമതല തന്നെ എവിടെയെങ്കിലും ഒരു പുറകോട്ടടി ഉണ്ടായിട്ടുണ്ട്. സഹകരണത്തിലിരുന്നു, ദേവസ്ഥയിലിരുന്നു, കയറിലിരുന്നു, PWDയിലിരുന്നു, രജിസ്ട്രേഷനിലിരുന്നു. ഒരു തിരിച്ചടി ഉണ്ടായില്ലല്ലോ. പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഗുണവും 10 വോട്ട് കിട്ടുകയും ഒരുപാട് പേരുടെ പിന്തുണ എൻ്റെ കിട്ടിയുള്ളൂ. ആലപ്പുഴയൊക്കെ 9-ൽ 8 സീറ്റ് എങ്ങനെ കിട്ടി? കഴിഞ്ഞ തവണയും കിട്ടി, ഇത്തവണയും കിട്ടി ഇല്ലേ? ഈ പ്രവർത്തനം കൊണ്ടല്ലേ. മുമ്പ് കിട്ടിയിരുന്നില്ലല്ലോ. എത്രയോ ജില്ലകളിൽ 2-3 സീറ്റ് പോയി. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വളരെ ഉയരത്തിലല്ല നിൽക്കുന്നത് എല്ലാം കൊണ്ടും. അതിലൊക്കെ ഞങ്ങളുടെ പാർട്ടി തന്ന ചുമതല ഭംഗിയായിട്ട് നിർവഹിച്ചു കൊടുത്തവരുടെ കൂടെ പങ്കാളിത്തം ഉണ്ടതിൽ. അത് ജനങ്ങൾക്കറിയാം. ആ സന്തോഷം പോലെ പിന്നെന്താ വേണ്ടേ? ഞാനിപ്പോൾ കെ പ്രസാദിന്റെ ഭാര്യ മരിച്ചെടുത്ത് പോയി. ഞാൻ ചെന്നപ്പോൾ ഒരു 6 മണിയായിട്ടാണ്. അപ്പോൾ ഒരു 10-200 പേര് കസേരയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് ചുറ്റും ബോഡി. പ്രസാദുണ്ട്. ഞാൻ ആദ്യം പ്രസാദിനെ കണ്ടു. പ്രസാദുമായിട്ട് ഞാൻ ചേർന്ന് നിന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ അറിഞ്ഞില്ല ഇവർ എഴുന്നേറ്റ് കാര്യം. അവിടെ ഇരിക്കുന്നവർ മൊത്തം പ്രായ വ്യത്യാസമില്ല, എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ പിന്നെ അവിടെ ഇരുന്നു. അപ്പോൾ എന്നോട് NR ബാബുരാജ് ജില്ലാ കമ്മിറ്റി മെമ്പർ പറഞ്ഞു, സാറ് വന്നപ്പോൾ മൊത്തമാണ് എഴുന്നേറ്റ് സാറ്. ഞാൻ പറഞ്ഞത് എന്താ കാര്യം? അതങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് വേണ്ടത്. 10-80 വയസ്സായ കാരണവന്മാർ പോലും നമ്മുടെ അവിടെ ഒരു ബഹുമാനവും സ്നേഹവും കാണിക്കുന്നത് നേരത്തുള്ളൂ. അവർക്ക് പേഴ്സണലായിട്ട് ഞാനൊന്നും ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല. ഇല്ല. ഇതൊക്കെയാണ് രാഷ്ട്രീയത്തിലുള്ള നമുക്ക് കിട്ടുന്ന പ്രതിഫലം. അല്ല MLAയുടെ ശമ്പളമോ പെൻഷനോ മാത്രമല്ല. 35,000 രൂപയാണ് പെൻഷൻ കിട്ടുന്നത്. ഡൽഹിയിൽ ഇരിക്കുന്ന KV തോമസിന് 12 ലക്ഷം രൂപ യാത്ര ചെലവ് മാസം, 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം മാസം. അയാൾക്ക് കോളേജ് പ്രൊഫസറുടെ പെൻഷൻ, MLAയുടെ പെൻഷൻ, MP-യുടെ പെൻഷൻ, പിന്നെ ഈ ശമ്പളവും. ഒരു മാസം എത്ര ലക്ഷം രൂപയ്ക്ക് കിട്ടും? ഇത് പുഴുക്കത്തില്ല. എന്തിനാ ഇത്രയും പൈസ? ഇത്രയും പൈസ 10-30 ലക്ഷം രൂപയല്ലേ കിട്ടുന്നത് ഒരു മാസം കയ്യിൽ. അതാണ് പഴയ കോൺഗ്രസ്സുകാരൻ DCC പ്രസിഡന്റ് ഞങ്ങൾക്കെതിരെ ഇലക്ഷൻ മത്സരിച്ചാണ്. അതുപോലെ നമ്മുടെ ഭാഗത്തേക്ക് വന്നു, നമ്മുടെ അദ്ദേഹത്തെ പരിഗണിച്ച്. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഒരാളുള്ളപ്പോൾ എനിക്ക് 35,000 രൂപ പെൻഷൻ മാത്രമേ ഉള്ളൂ. എൻ്റെ വൈഫിൻ്റെ പെൻഷൻ വേറെ, കോളേജിൽ പോകുമ്പോൾ അതവർ വീട്ടാവശ്യത്തിനൊക്കെ അത് ഉപയോഗിക്കുന്നു. ഇതിൽ നിന്നാണ് ഞാൻ 9,000 രൂപ ലഭ്യ കൊടുത്തത്. ഞാൻ കൊടുത്തു. അതെൻ്റെ പാർട്ടി ബോധം. അല്ല, അയാൾ ഡൽഹിയിലല്ല. അയാൾക്ക് അത് ഞാനൊന്നും ധാരണപ്പെടുന്നത്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞു. അയാൾ ഫ്ലൈറ്റിൽ പോയി വരണ്ടേ? ഒരു മാസം ഒരു 10 തവണ പോവുകയാണെങ്കിൽ രൂപ എത്ര ആവും? ചിലപ്പോൾ എല്ലാ ദിവസവും പോയിട്ട് വരുവാണെന്ന് ആർക്കറിയാം. അപ്പം പോയിട്ട് വരാമല്ലോ അങ്ങനെ. അപ്പം അതിന് ചിലവുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു ഇതുപോലെ തന്നെ മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, പാർട്ടിയുടെ ഇതായിരുന്നു, ജില്ലാ സെക്രട്ടറി ആയിരുന്നു. വെറും 35,000 രൂപ പ്രതിമാസം വരുമാനമുള്ളൂ. അത് MLA ആയതുകൊണ്ടല്ലേ? അതും കാണത്തില്ല. MLA അല്ലായിരുന്നു എനിക്കൊരു വരുമാനം ഉണ്ടാവില്ലായിരുന്നു. ഞങ്ങൾക്കതിലൊന്നും ഒരു വിഷമമില്ല എന്ന് പറയുകയാണ്. ആർക്കും കൊടുത്തതിനുമില്ല. ഞാൻ പറയുകയാണ് കൊടുത്തതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല.